ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും നോമ്പ് അടിപൊളിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞങ്ങൾ നല്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഒരു റംദാൻ വ്ളോഗ് തന്നെയാണ് കേട്ടോ. ഇത് അത്തായം തൊട്ടുള്ള വ്ളോഗാണ്. ഇത് അത്തായമാണ്. അത്തായെല്ലാം കഴിഞ്ഞ് സുബഹിയെല്ലാം നിസ്കരിച്ച് നെജു ഓഫീസിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാ പോകുന്നത്. ചെറിയ ആൾ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞിട്ട് പിന്നെ കരയാൻ തുടങ്ങും പോകാൻ. അതുവർക്ക് ഇങ്ങനെ നോക്കും. എല്ലാവരും അങ്ങനെ. ഇപ്പോൾ മൈഷ മന്ന സ്കൂളിൽ പോകുമ്പോൾ എല്ലാം അങ്ങനെ നോക്കിയിട്ട് നിൽക്കും. ആ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് പിന്നെ ഓറെ കാണാതെ അപ്പോൾ ആയിരിക്കും കേട്ടോ കരയാൻ തുടങ്ങിയാൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കരയുന്നതുകൊണ്ട് ഇതാ ഓളം കൊണ്ട് കോറിഡോറിൽ പോകാനും. അപ്പോൾ ഇന്നലെ ഞാൻ ഈ വ്ളോഗ് എടുക്കണം എന്നെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷേ തീരെ പറ്റുന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റെല്ലാം ചേഞ്ച് ആകുന്നതാണ്. അതിൻ്റെ അടുത്ത് തണുപ്പെല്ലാം കുടിക്കുന്നതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ല. പനി പിടിച്ച് എന്താ പറയുക തൊണ്ടവേദന എല്ലാം വന്ന് സൗണ്ടെല്ലാം പോയിട്ടാണുള്ളത്. അപ്പം അതാ വ്ളോഗ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 9 വന്നിട്ടാണ് ഞാൻ മന്നുവിനെ വിളിച്ചത്. മൈഷ കുറച്ച് നേരത്തെ പോവും. പിന്നെ ഉള്ള ഇപ്പോൾ ആനുവൽ എക്സാമും തന്നെ അല്ലേ. അപ്പം മൈഷ കുറച്ച് നേരത്തെ പോവും. പിന്നെയാണ് മന്നു പോകുന്നത്. അപ്പം മന്നുവിനൊരു 9:30 വിളിക്കൽ. പിന്നെ ടിഫിനൊന്നും ആക്കണ്ടേ ഇപ്പോൾ, കാരണം നോമ്പുണ്ട് ഓൾക്ക്. ആദ്യത്തെ ഒരു നോമ്പേ വിട്ടിട്ടു മാഷാല്ലാ ബാക്കിയെല്ലാം ഓൾ എടുത്ത്. അപ്പം റെഡിയാകുന്നതോളം തന്നെ റെഡിയാവും. നമ്മൾ ജസ്റ്റ് തല മാത്രം ഓൾക്ക് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് എപ്പോഴും പറയൂട്ടാ, പണ്ടെല്ലാം നമ്മളെല്ലാം പഠിക്കുന്ന സമയത്ത് മാമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ മാമെല്ലാം മുടി കെട്ടുമ്പോൾ കയ്യോട് ചുരുന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഇടും തലക്ക്. അപ്പോൾ പിന്നെ 2 വാലാക്കി കെട്ടി തീർന്ന്. പക്ഷേ ഇപ്പം കോമ്പോർഡായാലും കയ്യോടായാലും ആ ഒരു ലൈൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അതിനെ കൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിലും ഒരു സൈഡ് നല്ലോണം കിട്ടും, അല്ലെങ്കിൽ ഒരു വളഞ്ഞ് തിരിഞ്ഞുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടാ അത് നേരെയാലും പിടിക്കലും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പണ്ടത്തെ സ്റ്റോറിയെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു ടൈം ആകുമ്പോൾ ചെറിയ ആൾ എണീക്കൂട്ടാ. സൗണ്ടും അത് ഇതെല്ലാം കേട്ടിട്ട് എണീക്കും. പിന്നെ മഞ്ഞ് പോയതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം കൊടുക്കും. പിന്നെ ചെറിയാക്കൽ ഫുഡെല്ലാം കൊടുക്കൽ. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വ്ളോഗിലെല്ലാം ഞാൻ പറഞ്ഞിനി ആൻറ്റി ഉണ്ട് ഹെൽപ്പാക്കാൻ. അപ്പോൾ ആൻറ്റീൻ്റെ കൂടെ അല്ലറ ചില്ലറ ഒന്ന് ഹെൽപ്പാക്കാൻ കൂടിയാൽ മതി. ചെറിയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൻറ്റീനെ. ആൻറ്റീൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു ആ ബുക്കിലിട്ടിട്ടാകും. പിന്നെ കുറച്ച് നേരം കളിപ്പിച്ച് എടുത്ത് നടന്നിട്ടെല്ലാം ആയിട്ടേ പിന്നെ ആൻറ്റി പോവും. പിന്നെ ആൻറ്റി ഇപ്പം അവിടെ ക്ലീനിങ് ആക്കുന്നുണ്ട്. ഞാൻ ചെറിയ അല്ല മന്നുവിനെയും കൊണ്ട് ഒന്ന് എന്താ പറയുക ബസ്സിൽ കയറ്റാൻ പോവാന്ന്. അപ്പം ഇത് താഴേക്ക് പോകുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ചെറിയാൾക്ക് ഫുഡെല്ലാം കൊടുത്ത് ഒന്ന് കുളിപ്പിച്ച് കിടത്തിയിട്ടെല്ലാമായിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് എന്താ പറയില്ലേ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ, കഴിഞ്ഞില്ല തൊണ്ടവേദന പനിയെല്ലാം. അപ്പോൾ പെട്ടെന്ന് പണിയാക്കി കഴിഞ്ഞാൽ അത്ര നല്ലതല്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇന്ന് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ അങ്ങോട്ടേക്ക് ഇതിനെ പറയൽ കോഴിക്കടുമ്പ് എന്നാണ് കേട്ടോ. കോഴിയാണെങ്കിലും എന്താണെങ്കിലും അതിനെ കോഴിക്കടുമ്പ് അറിയും. പക്ഷേ ഇത് കോഴിക്കടുമ്പല്ല, ഇത് മട്ടൻ കടുമ്പാണ്. മട്ടനിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. മട്ടൻ കറി തേങ്ങയിൽ അരച്ചു കൂട്ടിയിട്ട് കടുമ്പ് എന്നാണ് കേട്ടോ അതിനെ പറയൽ. കുഞ്ഞു കടുമ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അത് ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും മട്ടനിലാണെങ്കിലും വെക്കാം. ഭയങ്കര എളുപ്പമാണ്, ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ അതിനെക്കൊണ്ട് ഞാനിന്ന് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത് ഫുഡായിട്ട്. അപ്പോൾ ഫുഡെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടായിട്ട് പിന്നെ ഞാൻ പോയി ലുഹർ വാങ്ങ് കൊടുത്ത് ചെറിയ ആളെ ഒന്ന് ഫുഡെല്ലാം കൊടുത്ത് കുളിപ്പിച്ചിട്ട് ഓളെ ഉറക്കിയിട്ടാന്നിട്ടാ പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. ലുഹർ നിസ്കരിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടെല്ലാം കയറി. പിന്നെ ഒരു മണീൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് മൈഷ വരും. പിന്നെ ഓളാന്നിട്ടാ എനിക്ക് ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ടാക്കി തരാം. കട്ടാക്കിയിട്ട് തരും. ലാസ്റ്റ് അതിനെ ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കൽ ലാസ്റ്റ് എനിക്ക് തന്നിട്ട് പോവും. ആപ്പിളും മുന്തിരി എന്താ പറയുക, ഈ ഫ്രൂട്ട് സലാഡ് ഞങ്ങൾക്ക് മസ്റ്റാണ് കേട്ടോ. ഈ ആപ്പിളെല്ലാം മുറിച്ചിട്ട് തിന്നതിനെക്കാട്ടി ഇങ്ങനെ കോരി തിന്നാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മക്കളെല്ലാം അതിൽ കുറച്ച് ഐസ്ക്രീമെല്ലാം ഇട്ടിട്ട് ഫ്രൂട്ട് സലാഡ് പോലെയെല്ലാം കഴിക്കും. അപ്പം എന്താ പറയുക ഓൾ കട്ടെല്ലാക്കി തന്നിട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഫൈനലാണ് കേട്ടോ ഇത്. അതിൽ കുറച്ച് ഡേറ്റ്സും മുന്തിരിങ്ങെല്ലാം ഇട്ടിട്ട് കറുത്ത മുന്തിരി ഉണ്ടല്ലോ എല്ലാം ഇട്ടിട്ട് ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കൽ. അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനെല്ലാം ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഞാൻ കൂടുതലും അപ്പം എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെക്കും. അങ്ങനെയാണ് ഒന്നും കൂടി ഇഷ്ടം. കാരണം പിന്നെ ലാസ്റ്റ് എൻഡിൽ കഴുകുമ്പം പാത്രമെല്ലാം കുറച്ച് കുറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ കുറേ പാത്രം ഇങ്ങനെ കൂട്ടി കുറേ പാത്രം ഉണ്ടാവും. നമുക്കത് ലാസ്റ്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക ബാനെ തോന്നും അത് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയെല്ലാം പാത്രം ഉണ്ടാകുമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ എന്താക്കുന്നതാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ടാകുമ്പം അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത പണിയിലേക്ക് പോവുക. അതായിരിക്കും കേട്ടോ ബെറ്റർ. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഇരിക്കും വിചാരിച്ചു ഇന്ന്
കുറച്ച് കഞ്ഞി ഉണ്ടാക്കിയാലോ വിചാരിക്കും. കഞ്ഞിയെങ്കിൽ പയറ് കഞ്ഞി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞാനിത് കുറേ മുന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. ഈ അടുത്തൊന്നും ഞാൻ ആക്കിയിട്ടില്ല. പിന്നെ കഴിഞ്ഞ നോമ്പിന് ഞാൻ കാരിങ്ങിലുണ്ടായത്. അപ്പോൾ തീരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം ചേച്ചി ഉണ്ടായി. ഫുള്ള് രാവിലെ ഉച്ചയ്ക്ക് രാത്രിത്തെ ഫുഡ് കംപ്ലീറ്റ് ചേച്ചി ഉണ്ടാക്കി വെച്ച് ക്ലീനെല്ലാം ആക്കി തന്നിട്ടാണ് പോലെ. അപ്പോൾ ഫുഡ് ഒന്നും ഞാൻ നോമ്പിനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ നോമ്പിന് എന്താ അറിയില്ല, ഇന്ന് ഞാൻ വിചാരിച്ച് രാവിലെ എണീക്കുമ്പോൾ ഇന്ന് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിനുള്ള പുറപ്പെടലാന്ന് കേട്ടോ. ആകെ 1-2 പ്രാവശ്യം ഞാൻ ഈ കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളൂ. പണ്ട് തറവാട്ടിൽ നിന്ന് ആക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ അതുപോലെ അമ്മ മദ്രസയിലെല്ലാം പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വലിയ ചെമ്പിൽ കഞ്ഞിയാക്കി വെക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം ചെറിയ ചെറിയ പാട്ടെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ക്യൂ നിന്നിട്ട് അത് വാങ്ങിച്ച് ഓർമ്മ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള കഞ്ഞി ഇപ്പോഴും ഇഷ്ടമാണ് ഈ ഒരു കഞ്ഞിയോട്. അപ്പോൾ പയറ് ഞാൻ വെള്ളത്തിൽ രാവിലെയാണ് ഇട്ടുവെച്ചത്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങാപ്പാൽ, അത് 1-ാം പാൽ ഞാൻ ഫസ്റ്റ് അടിച്ചിട്ട് 1-ാം പാൽ ഞാൻ ഒരു പാട്ടയിൽ കൂട്ടിയിട്ട് എടുത്തു വെച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ മുന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഉമ്മാനോടെല്ലാം ചോദിക്കും ഇത് തന്നെയാണോ എന്ന് ചോദിക്കും. ഇത് ഞാൻ തന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ മുന്നേ ഉണ്ടാക്കിയത് സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. ആ ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം അരി എടുത്തത് ഇതാണ്, ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പച്ചപ്പയർ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങൻ്റെ 1-ാം പാൽ ഇതാ ഓൾറെഡി എടുത്ത്. ഇനി അതിൻ്റെ 2-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ജാറിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുള്ളത്. ഇത് ഒരു തേങ്ങ ഫുള്ളും ഇല്ല, ഒരു തേങ്ങൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുത്ത്. പിന്നെ മറ്റേ 2-ാം പാൽ ഓൾറെഡി ഞാൻ അടിച്ചെടുത്തിട്ടാണ്. 2-ാം പാലിലാണ് ആദ്യം ഇത് ഞാൻ വേവിക്കുന്നുള്ളത്. അപ്പം അരി ഇട്ട് കൊടുത്ത് പിന്നെ പച്ചപ്പയർ നമ്മൾ പയർ കറിയെല്ലാം വെക്കുന്നില്ലേ ആ ഒരു പച്ചപ്പയർ അതും ഇട്ട് കൊടുത്ത് അതിലേക്ക് പിന്നെ 2-ാം പാൽ 1-ാം പാലല്ല 1-ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. 2-ാം പാൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കൈയോടെ തന്നെ ഇതാ നല്ലതിലൊന്ന് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ പറ്റിയത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം തന്നെ പാലിലേക്ക് കൂട്ടണം. ഞാൻ ആ അരി മുങ്ങുന്നത് വരെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ജീരകശാല ആയതുകൊണ്ട് തന്നെ അരിൻ്റെ ഒരു അളവിൽ വെള്ളം എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് പിന്നെയാണ് കേട്ടോ തോന്നിയത്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാ. എന്നിട്ട് ഇത് ക്ലോസ് ആക്കിയിട്ട് ഒരു 4-5 വിസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കഞ്ഞി പോലെയല്ല കിട്ടേണ്ടത്. അപ്പോൾ ഇതാ അടുപ്പിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ ഞാൻ ഇനി കുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അരിൻ്റെ വേവ് അനുസരിച്ചിട്ടിരിക്കും അത്. നമുക്ക് കഞ്ഞി ആയതുകൊണ്ടാണ് ആ ഒരു ഇത് വേണ്ടത്. അപ്പം അത് വേവിട്ട് അടവെച്ച് പിന്നെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്കാണ് കേട്ടോ ഇത് പോകുന്നുള്ളത്. അപ്പോൾ ഇതാ കുക്കർ ഓൾറെഡി എല്ലാം റെഡി ആയിട്ട് അടിയുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ പിസിൽ ആവിയെല്ലാം ഒന്ന് പോട്ട് അപ്പോഴത്തേക്ക് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്നാക്കിൻ്റെ പരിപാടിയിലേക്കെല്ലാം തിരിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വിസിലും കാര്യങ്ങളെല്ലാം പോയി എല്ലാം ഇതായി. ഞാൻ തുറക്കുമ്പോഴത്തേക്ക് ഈ ഒരു പരുവറ്റാന്നിട്ടാണ് ഉള്ളത്. അതിൽ വെള്ളം കുറഞ്ഞു പോയി. പക്ഷേങ്കിൽ ഒന്നും ആയിട്ടില്ല. ആ തേങ്ങാപ്പാൽ മേലെ ഇങ്ങനെ ഇതായിട്ടുണ്ട്. ഒന്ന് വെള്ളം കുറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടു. ഞാൻ എന്താക്കി അത് ജസ്റ്റ് ഒന്ന് നല്ലൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്ത് പയറെല്ലാം നല്ലതിൽ വെന്ത് വന്നിട്ടുണ്ടായി. ആ വെള്ളത്തിൻ്റെ ഒരു കുറവേ ഉണ്ടായിട്ട് വെള്ളം നമുക്ക് നോക്കിയിട്ട് കൂട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതിലൊന്ന് മിക്സാക്കി നല്ലതിൽ അതൊന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ച് കുക്കാക്കിയിട്ട് എടുക്കലാന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പണ്ടെല്ലാം നമ്മൾ പെരയിലത്തെ നോമ്പെല്ലാം എന്നിട്ടാ ഓർമ്മ വന്നിട്ടുള്ളത്. ഇന്ന് എന്താ അറിയില്ല എനിക്ക് ഇതൊന്ന് തിന്നണം എന്ന് തോന്നിയിട്ടാ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ജസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളും ഉണ്ടാക്കിയിട്ട് നോക്കാം. നോമ്പ് കഴിഞ്ഞ് പയറ് കഴിഞ്ഞ് എൻ്റെ ഫേവറേറ്റാണ്. നമുക്ക് പണ്ട് ഉമ്മാൻ്റെ അടുത്തെല്ലാം ഇരുന്ന് തിന്നുന്ന ആ ഒരു ഓർമ്മ ആ ഒരു നെസ്റ്റാൾജിയെല്ലാം വന്നുപോയിട്ടാ. സത്യമായിട്ടും ആ ഒരു ഇതെല്ലാം വന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ബാക്കിയുള്ള കാര്യങ്ങൾ അന്നത്തെ സ്നാക്കാണ്. സ്നാക്കിൻ്റെ റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന തന്നെയല്ലേ ചിക്കൻ റോളും പിന്നെ സമൂസ അങ്ങനത്തെയാണ്. ചിക്കൻ റോള് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ച് പിന്നെ ബാക്കി കുറച്ച്
ചിക്കൻ്റെ മസാലയോട് സമൂസ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ്. പിന്നെ ചെറിയ മോള് മഞ്ഞ സമൂസ സ്പൈസി ഒന്നും ഓൾ കഴിക്കുന്നില്ല, എരിവുള്ള ഒന്നും ഓൾക്ക് വേണ്ട. അപ്പം അതിനെ കൊണ്ട് ഓൾക്ക് ഞാൻ കുറച്ച് ചീസ് ഇട്ടിട്ട് സമൂസ ഷീറ്റിലേക്ക് ചീസ് ഇട്ടിട്ട് അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. ഓൾക്ക് ഇഷ്ടമാണ് ഇത് ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നത്. ഇത് പിന്നെ എന്താ പറയുക പൊട്ടാറ്റോൻ്റെ എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ചിക്കന് അങ്ങനത്തെ എല്ലാം ഇഷ്ടം. അപ്പോൾ അതിലൊന്നും ഞാൻ അധികം എരിവ് ഇട്ട് കൊടുക്കില്ല, ചെറിയ എരിവ് അങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കുന്നെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ മന്നാക്ക് ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റിൽ എന്താ പറയല് ഇതിട്ടിട്ടാണ് എന്താ പറയല് ചീസ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് മൊമെൻ്റാണ് ആക്കുന്നത്. ഞാൻ ആദ്യം ചോക്ക് പൊട്ടാറ്റോ ഒക്കെ എന്തെങ്കിലും ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്, പിന്നെ റോളിന് ഓൾറെഡി ഞാൻ മസാല ആക്കിയോണ്ട് അങ്ങനെ ആക്കിയതുകൊണ്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഐസ് പോയിട്ടുണ്ടായിട്ടില്ല ഷീറ്റിൻ്റെ നേരെ. എന്നാലും മസാല നല്ലതിൽ തന്നെ ആയിട്ട് വന്നിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ സമൂസ റെഡി. ചിക്കൻ റോളും ഞാൻ ആക്കിയിട്ട് ഇത് വെച്ച് ഇനി ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ദോശയും ഇത് ബാക്കിയുണ്ട്. അപ്പോൾ അതിലും എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത്. ഈ സ്പൈസി എരിവ് അതൊന്നും ഇഷ്ടമില്ലാത്ത കുഞ്ഞു മക്കൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ സമൂസ ഷീറ്റിൽ സമൂസ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ട് ആക്കിയാൽ മതി. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ആൾ വന്നിട്ടാണ് ഞാനും അമ്മനെ ഹെൽപ്പാക്കട്ടാന്ന് വെച്ചിട്ട് ഞാനും ഇതാക്കട്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടായിട്ടില്ല അവള്. അപ്പോൾ നിസ്കരിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാനവളെ അങ്ങോട്ടേക്ക് വിട്ട് സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നിസ്കരിച്ചിട്ട് വാ എന്നിട്ട് മമ്മനെ ഹെൽപ്പാക്കാന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നതാണ് ഞാൻ. അപ്പോൾ ഇതാണ് കുഞ്ഞുമക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഈ ഒരു സമൂസ. അത് ഇപ്പോൾ എന്താ പറയുക മോസറല്ല ചീസോ അല്ലെങ്കിൽ ചെദാർ ചീസോ അല്ലെങ്കിൽ നമ്മൾ ബർഗറിലെല്ലാം വെക്കുന്നില്ലേ ആ ഒരു ചീസെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് ആക്കി കൊടുത്താൽ മതി. കുഞ്ഞുമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. എന്താ പറയുക കെച്ചപ്പിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ ഇരുന്ന് തിന്നാൻ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പം ആ ഒരു പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ റോളും ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബ്രെഡിൽ ചിക്കൻ റോള് ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ എന്താ പറയുക മൈദയിൽ കുറച്ച് മുട്ടയും കുറച്ച് പാലും ഉപ്പെല്ലാം ഇട്ടിട്ട് അടിച്ച് അതിൽ മസാല ഇട്ടിട്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് എടുത്തെങ്കിൽ ഈ ഒരു ചിക്കൻ റോൾ ഉണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടവും. നമ്മൾ എന്താ പറയുക വായിലിട്ടിട്ട് അരിഞ്ഞു പോകുമെന്ന് പറയുന്നില്ലേ അതുപോലത്തെ ഒരു ചിക്കൻ റോളാണ് കേട്ടോ ഇത്. നമുക്ക് കഴിച്ചാലും എന്താ പറയുക ആ ഒരു ഫീൽ ഉണ്ടാവില്ല, എണ്ണയിലിട്ടതാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ റോളാണ് കേട്ടോ. ഇത് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബ്രെഡിലാക്കിയെങ്കിൽ ആരും കഴിക്കൂല, അത് വേസ്റ്റായി പോകുന്നു ബ്രെഡിൽ ഈ എന്താ പറയുക റോളാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ അധികവും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചിക്കൻ റോൾ ഉണ്ടാക്കൽ. ഉണ്ടാക്കാത്ത ആൾക്കാർ കേട്ടോ, ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല, ചില ആൾക്കാർക്ക് എന്താ പറയുക ആക്കിയാൽ ശരിയാവുമോ എന്ന് തോന്നുന്ന ആൾക്കാരല്ലോ. ഒന്നിങ്ങനെ ആക്കിയിട്ട് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഭയങ്കര എന്താ പറയുക ഉള്ളിലെല്ലാം ഭയങ്കര സോഫ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ബ്രെഡിൽ മുക്കി പൊരിക്കുന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഇതുപോലെ ആ ഒരു മാവിൽ ദോശയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുത്തെങ്കിലും ഇങ്ങനെ കഴിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ എണ്ണയിലൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഹെൽത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈദയോടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാലും എണ്ണയിലിടുന്നില്ലല്ലോ. എണ്ണക്കടിയല്ലല്ലോ, നമ്മൾ എന്താ പറയുക നോർമൽ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് തിന്നാലും മതി കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ മനസ്സിലായി ബാക്കിയുള്ള ദോശ ഉണ്ടായിന്ന്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ന്യൂട്ടെല്ലാം ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് എടുക്കലാന്ന്. ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറിയ ആൾ സ്പൈസി തിന്നില്ലാന്ന്, അപ്പോൾ ഓൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നോമ്പ് ഓർക്കുമ്പം അതും ഓൾക്കൊരു സ്നാക്കായി. അപ്പോൾ ഇതാ ഞാൻ ഹെൽപ്പാക്കട്ടെ അറിയുമ്പോൾ ഓൾക്ക് ഫ്രൂട്ട് സാലഡിൽ കുറേ അധികം ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. ഓൾക്ക് വേണ്ടത് കുറച്ച് ഗ്രേപ്സും കുറച്ച് ബനാന ഇട്ടിട്ട് അതിലേക്ക് ചിയാ സീഡും കുറച്ച് പാൽ ഒഴിച്ച് കുറച്ച് മധുരം ഇട്ടിട്ട് അതാണ് ഓളെ ഫ്രൂട്ട് സലാഡ്. അപ്പോൾ അത് ഓൾ തന്നെ കട്ടാക്കൂട്ടാ. അപ്പോൾ അത് കട്ടാക്കിയിട്ട് ബാക്കി ഇട്ടതാ മമ്മ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഓളും എന്നെ ഹെൽപ്പാക്കും. അപ്പോൾ ബാക്കിയുള്ള ഹെൽപ്പാക്കട്ടോ എന്ന് ചോദിച്ചിട്ടെല്ലാം ഇങ്ങനെ നിൽക്കുന്നതാണ്.
ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഓൾ കട്ടാക്കിയിട്ടെടുത്ത ഫ്രൂട്ട്സ് ഒന്ന് ശരിയാക്കിയിട്ട് ഓൾക്ക് കൊടുക്കണം. അതിൽ കുറച്ച് പാലും എന്താ പറയല് ചിയാ സീഡും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഓൾക്ക് കൊടുക്കണം. അപ്പോൾ അതാണ് ഇങ്ങനെ കുഞ്ഞുമക്കൾക്ക് ഈ ഒരു ദോശ ഉണ്ടല്ലേ, ഇതിൽ ചോക്ലേറ്റ് ആക്കിയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ്, അതായത് സ്ട്രോബെറിയോ അല്ലെങ്കിൽ എന്താ പറയുക കായ് ഉണ്ടല്ലോ റോബസ്റ്റിക്കോ, അല്ലെങ്കിൽ ഇവിടെ ഫിലിപ്പിൻ ബനാനയാണ് കിട്ടുന്നത്. അപ്പോൾ അതോ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് അതും ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് സ്നാക്കിനെല്ലാം കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഉണ്ടാക്കി കൊടുക്കലാണ്. മറ്റേ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കലാണ്. അതിന് ഇവർ പറയൽ ചോക്ലേറ്റ് ദോശ വേണം എന്നിട്ടാ. അപ്പം ഇങ്ങനെ ആക്കി കൊടുത്തെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് സ്നാക്കിന് ടിഫിനിൽ ആണെങ്കിലും വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വരുമ്പം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിലേക്ക് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സാണോ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കൊടുത്താൽ മതി. ഒരു നല്ല ഓട്ടോമാറ്റിക്കലായിട്ട് അത് തിന്നിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കിയിട്ടാണ്. നെജു ഇല്ല, നെജുവിന് ഓഫീസിൽ നിന്ന് നോമ്പ് അറിയാമെന്ന്. അപ്പോൾ അതിനെക്കൊണ്ട് അല്ലെങ്കിൽ നെജു വന്നിട്ടാണ് ജ്യൂസ് എല്ലാം ആക്കാൻ സഹായിക്കൽ. അപ്പോൾ ഇന്ന് നെജു ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് അതും ചെയ്യുന്നുള്ളത്. അതിനെക്കൊണ്ട് സ്നാക്കൊന്നും എണ്ണയിലിട്ടില്ല. അതിന് മുന്നേ ജ്യൂസാക്കിയിട്ട് സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് റൂഅഫ്സാൻ്റെ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. പാലും എന്താ പറയുക കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് പിന്നെ അതിലേക്ക് റൂഅഫ്സ ഒഴിച്ച്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് റൂഅഫ്സ. പിന്നെ അത് മധുരം ഒന്നും വേണ്ട കേട്ടോ, ഷുഗർ ഒന്നും ആഡ് ആക്കണ്ട. റൂഅഫ്സൻ്റെ ആ ഒരു ഷുഗർ തന്നെ മതി കേട്ടോ. പിന്നെ അതിലേക്ക് കസ്കസ് ഇട്ടിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെച്ചാൽ മതി. ഇതാണ് ഇന്നത്തെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെജു ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ എല്ലാം ആക്കി തരും കേട്ടോ. പിന്നെ നെജു ഇല്ലാത്തതുകൊണ്ട് ഞാനും മക്കളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെക്കൊണ്ട് അതൊന്നും മതിയെന്ന് വിചാരിച്ച് പിന്നെ ബാക്കിയുള്ള സ്നാക്കെല്ലാം ഇതാ എണ്ണയിലിട്ട് കൊടുക്കലാന്ന്. ഇത് പെട്ടെന്ന് ആയിത്തീരും കേട്ടോ. ദോശയിലല്ലേ, ദോശ ഓൾറെഡി കുക്ക്ഡാന്ന്. പിന്നെ നമുക്ക് ആ ബ്രെഡ് ക്രംസിൽ മുക്കിയ ബ്രെഡ് മാത്രം ഒന്ന് ബ്രൗൺ കളറായാൽ മതി. അപ്പം എന്താ പറയില്ലേ, നല്ലോണം കുക്കാക്കിയിട്ടോ ഇതാക്കി വേവിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഇത് എണ്ണയിലിട്ടില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ആ ഒരു ദോശയോടെ തന്നെ തിന്നാൻ ഇഷ്ടമുണ്ട് ആൾക്കാരെങ്കിൽ ആ ദോശയോടെ തന്നെ ഒന്ന് ചുട്ടെടുത്താൽ മതി. ചില ആൾക്കാർക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ കുറച്ച് ക്രിസ്പി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡിൽ ഇതാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്താ സമൂസ, ചീസ് സമൂസ ഇട്ട് കൊടുത്ത് അതുപോലെ ബാക്കി ഇതുണ്ടല്ലോ എന്താ പറയല് റോളാക്കി അതിൻ്റെ ബാക്കിയുള്ള മസാലയിലും ഞാൻ കുറച്ച് എന്താ പറയുക സമൂസ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഞാനത് കാണിക്കുന്നത് പറഞ്ഞെങ്കിൽ ആ സിൽവർ ഫോയിൽ വെച്ചത് എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഈ പത്തലെല്ലാം ചുട്ടിയിട്ട് പത്തലിൻ്റെ ഓട് ഞാനിങ്ങനെ തല്ലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവെക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പ്ലാസ്റ്റിക് അതുപോലത്തതാണ്. അത് ഒരു സൈഡ് എൻ്റെ നിന്ന് പത്തലിൻ്റെ ഓട് കൊണ്ടിട്ട് എന്താ പറയുക ഉരുകിപ്പോയി. അതിൽ പിന്നെ ഞാനത് സിൽവർ ഫോയിൽ വെച്ച് കൊടുക്കും. ഇപ്പം പ്രത്യേകിച്ചിട്ട് നോമ്പിന് കുറേ ഫുഡാക്കാനെല്ലാം ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് അതിനാ മറ്റേ മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് കൊളാന്ന്. ഞങ്ങൾക്ക് സത്യം അത് സങ്കടമായിപ്പോയിട്ടാണ്. ഞാൻ വിചാരിക്കാത്ത രീതിയിൽ ഓട് വെച്ചതാണ്. പിന്നെ പയ്യെ ഓടെടുക്കുമ്പോഴത്തേക്ക് അതിന് പറ്റി പിടിച്ചിട്ടുണ്ട്, നല്ല സ്റ്റിക്കായിട്ടുണ്ട്. ഞാൻ ഒരു വലിച്ച് അപ്പോഴേക്കത് ഒരു ഭാഗത്ത് ഫുള്ളൊന്ന് എന്താ പറയല് ഉരുകിപ്പോയി, നല്ലോണം സങ്കടമായിപ്പോയി. അതിൽ പിന്നെ ഞാൻ പിന്നെ അവിടെ സിൽവർ ഫോയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് അയാൾ അതിലേ വന്നിട്ടുണ്ട് കേട്ടോ. മമ്മ ഞാൻ അതിലേ ഒന്ന് ഹെൽപ്പാക്കട്ടാ, എനിക്കതിങ്ങനെ ആക്കിത്തരും ഇങ്ങനെ ആക്കിത്തരും. അവൾക്ക് എന്നെ ഹെൽപ്പാക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഓടിക്കുന്നതാണ് കേട്ടോ, അവളെ പായിപ്പിക്കുന്നതാണ് നടന്ന്. പിന്നെ അപ്പോൾ ഇതാ സമൂസ കഴിഞ്ഞ് ഇത് ലാസ്റ്റത്തെ സമൂസയാണ്. അപ്പോൾ സമൂസയും കൂടി എണ്ണയിലിട്ട് കഴിഞ്ഞെങ്കിൽ സ്നാക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിട്ടാ, ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായി. നമുക്ക് സ്നാക്കും ഭക്ഷണവും ഫുഡും കാര്യങ്ങളെല്ലാം ആക്കുമ്പോഴേക്കന്നെ ഏകദേശം ആണെങ്കിലും പിന്നെ അതിൻ്റെ അടുത്ത് മക്കളോടുള്ള കളിയും അവൾക്ക് ഏകദേശം നമുക്ക് ടൈമും ആയിട്ടുണ്ടായി. അപ്പോൾ ആ സ്നാക്കെല്ലാം കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാനായി സ്നാക്കെല്ലാം എന്താ റെഡിയാക്കിയിട്ട് വെച്ച്. അപ്പോൾ നെജു ഇല്ലാത്ത ആദ്യത്തെ നോമ്പ് പറയാന്ന്. നെജുവിന് പെട്ടെന്ന് ഓഫീസിൽ നോമ്പ് പറയാന്ന്. അപ്പോൾ അത് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടുമ്പോൾ പിന്നെ അങ്ങനെ ഇരുന്ന് അപ്പോൾ അതാ നമ്മൾ ഉമ്മാവും മക്കൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നോമ്പ് തുറക്കലാന്ന് ഒന്ന് ദുആയിരുന്നു എല്ലാം കഴിഞ്ഞ് നോമ്പ് തുറന്ന്. പിന്നെ അവർക്ക് ഓരോരോ ചോദ്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. പണ്ടത്തെ ചരിത്രം എല്ലാം അറിയാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ കഞ്ഞി ഉണ്ടായി. കഞ്ഞി കണ്ടിട്ട് നമുക്ക് പയറ് കഞ്ഞിയാണെങ്കിലും ഓർക്കത് പൊരിച്ചാന്ന് കേട്ടോ.
പൊരിച്ചു എന്ന് പറയുന്നുണ്ട്. ഓർക്ക് അങ്ങനത്തേതാണ്. നമുക്ക് നമ്മളെ പയറഞ്ഞി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, നോക്കുന്ന ആൾക്കാരൊന്ന് ട്രൈ ചെയ്തോ, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ആ വയറ്റിനെല്ലാം നല്ല തണുപ്പ് കിട്ടുന്നത് ആ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇത്ര തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായിട്ടും വ്ളോഗ്സായിട്ടും റെസിപ്പിയെല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും ടാറ്റാ, ബൈ ബൈ.